നവഗ്രഹ ജ്യോതിശാലയത്തിലേക്ക് വീണ്ടും സ്വാഗതം. പുണർന്നം നക്ഷത്രത്തിൻ്റെ രാജയോഗത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. കർക്കിടകം പിറന്നതോടെ കുറേ നാളുകാർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ്. ഒരുപാട് നാളുകാർക്കും പല രാശിയിലുള്ളവർക്കും രാജയോഗം ഉള്ള ഒരു കാലഘട്ടമാണിപ്പോൾ. അതിൽ പുണർന്നം നക്ഷത്രക്കാർക്കും ഏറ്റവും മികച്ച സമയമാണിത്. ആത്മീയ കാര്യങ്ങളിലും, അതായത് ആത്മീയ കാര്യം വെച്ചാൽ പള്ളിയിൽ പോവുക, ക്ഷേത്രങ്ങൾ ദർശിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളം പ്രാധാന്യം കൊടുക്കുകയും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യുന്നത് വഴി പുണർന്നം നക്ഷത്രക്കാർക്ക് വളരെ നേട്ടങ്ങളുള്ള സമയമാണ്. ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന അസുഖങ്ങൾക്കെല്ലാം പരിഹാരം, പെർമനൻ്റായിട്ടുള്ള സൊല്യൂഷൻസ്, അസുഖങ്ങൾ മാറിക്കിട്ടുക, അല്ലെങ്കിൽ പരിശോധിച്ചപ്പോൾ ഇത്രയും കാലം അസുഖമുണ്ടായി എന്ന് വിചാരിച്ചു, പക്ഷേ പരിശോധിച്ചപ്പോൾ ഒന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ള ഒരു സമയമാണ്. സാമ്പത്തിക സ്ഥിതി വളരെ ഗുണം ചെയ്യും, സാമ്പത്തിക ഭദ്രത ഉണ്ടാവും. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അപകട ഭയം ഉള്ളിലുണ്ടാവും, പക്ഷേ ഒന്നും തന്നെ സംഭവിക്കത്തില്ല. ഈ സമയം വളരെ അനുകൂലമായ സമയമാണ്. ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുക. പുണർന്നം നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന സമയമാണ്. വൈകാരികമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് മികച്ച് നിൽക്കുന്നു. സ്വയം ചിന്തിച്ച് വേണം പ്രവർത്തിക്കേണ്ടത്. അതിൻ്റെ നേട്ടം നിങ്ങൾക്കുണ്ടാകും. സന്തോഷകരമായ കുടുംബജീവിതം നിങ്ങളെ തേടി എത്തുന്ന സമയമാണ്. ആത്മീയമായി നിങ്ങൾക്ക് ഏറ്റവും മികച്ച സമയമാണ്. സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടിയാക്കുന്നു. ലോണുകളും ചിട്ടിയും ഒക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ KSFE-യിലൊക്കെ ലോൺ ഉള്ളവർക്കാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സമീപത്തൊക്കെ ചിട്ടി നടത്തുന്നവർക്ക് ചിട്ടി ഉണ്ടെങ്കിൽ ആ ചിട്ടിത്തുക ലഭിക്കാനുള്ള സാഹചര്യം കൂടുതലാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇട്ടിരിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇട്ടവർക്കൊക്കെ അതിൻ്റെ ഇരട്ടിയാവാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അതിന് നല്ല പുരോഗതി, നഷ്ടത്തിലേക്ക് പോവില്ല. അതിനുള്ള ഒരു സാഹചര്യമാണിപ്പോൾ. പുണർന്നം നക്ഷത്രക്കാർ സാമ്പത്തിക സ്ഥിതി നല്ല മികച്ചതാണ് എന്ന് കരുതി ആഡംബരം ഒഴിവാക്കുക. പണം ധാരാളം വന്നു ചേരുമ്പോൾ അത്യാഡംബരം കാണിക്കാതിരിക്കുക. ആഡംബരങ്ങളിലേക്ക് പോകുന്നത് നന്നല്ല, എന്നാൽ ആഡംബരമാകുകയും ചെയ്യാം ആവശ്യത്തിന്. വാഹനം പുതിയ വാങ്ങാനുള്ള ഒരു സമയമാണ്. വീട് മോടി പിടിപ്പിക്കാൻ പറ്റിയ ഒരു സമയമാണ്. അതിനെല്ലാം ഉള്ള സാമ്പത്തികം വന്നു ചേരും. അത് ചിട്ടി മുഖേനയോ ഈവൻ ലോട്ടറി വഴിയെങ്കിലും വന്നു ചേരും. ചെറിയ ചെറിയ ലോട്ടറി എടുക്കുന്നത് നല്ലതാണ്. പതിവ് പോലെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇതിനെന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനായിട്ട് സമീപത്തുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ സന്ദർശിച്ച് തിരുമേനിമാരോട് പറഞ്ഞ് പേരും നാളും പറഞ്ഞ് അതിന് വേണ്ടുന്ന ഒരു പൂജ ചെയ്താൽ അതാണ് ഏറ്റവും നല്ലത്. ആ തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കുക. ക്ഷേത്രങ്ങൾ വഴിയെ നമുക്ക് ചെറിയ ചെറിയ തടസ്സങ്ങൾ, കണ്ണുദോഷം അതൊരു ദോഷം തന്നെയാണ്. നമ്മുടെ കൂടെ അറിയാതെ നമ്മളെ നശിപ്പിക്കുന്നതാണ് കണ്ണുദോഷം. ഈ കണ്ണുദോഷം മാറിക്കിട്ടാനൊക്കെ നമുക്ക് ഈ ക്ഷേത്രങ്ങളിൽ പറഞ്ഞ് അതിനുള്ള ചെറിയ ചെറിയ വഴിപാടുകൾ വഴി നമുക്ക് ഈ കണ്ണുദോഷങ്ങളെല്ലാം മാറ്റിക്കിട്ടാൻ കഴിയും ഉറപ്പായിട്ട്. അതുപോലെ അന്യമതസ്ഥരുണ്ടെങ്കിൽ അവർക്ക് ക്ഷേത്രങ്ങളിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ മുഖേന ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്താവുന്നതാണ്. വിദേശത്ത് നിൽക്കുന്നവർക്ക് അവരുടെ മാതാപിതാക്കൾ നാട്ടിൽ പേരും നാളും പറഞ്ഞ് അവർക്ക് വേണ്ടിയിട്ട് പൂജ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അവർക്ക് പ്രൊമോഷൻ ലഭിക്കാനുള്ള സമയമാണ്. ജോലിഭാരം കൂടും, പക്ഷേ ജോലിഭാരം കൂടിയാലും അതിൻ്റെ പ്രയോജനം 100% ലഭിക്കും. ഈ പുണർന്നക്കാർക്ക് ജോലി സ്ഥലത്ത് നല്ല പ്രഷർ ഉണ്ടാവും, പക്ഷേ അതിൻ്റെ ഫലം ഉറപ്പായിട്ട് ഇന്ന് കിട്ടിയില്ലേനും അത് നാളെ അത് കിട്ടിയിരിക്കും. ഇതൊരു ബാക്കപ്പായിട്ട് തന്നെ കരുതിയാൽ മതി. തുടർന്നും വീഡിയോകളുമായിട്ട് വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് പിന്തുണയ്ക്കുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.